ഹലോ, ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്നാക്കുമായിട്ടാണ്. ഒരു സിമ്പിളാണിത്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ്. ഇതിൻ്റെ ഫില്ലിംഗ് ആണെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പം നമുക്ക് പൊടി കുഴച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ട. സമൂസ ഷീറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാനിവിടെ ഒരു 3 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്തൊരു 2 പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം നല്ലോണം. സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണ് വെളുത്തുള്ളി 1 സ്പൂണ് ഇഞ്ചിയും കൂടെ ചതച്ചതാണ് ഇട്ടേക്കുന്നത്. നമ്മുടെ ഉള്ളിയുടെയൊക്കെ നല്ല പച്ചപ്പ് മണം ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഞാൻ ഇവിടെ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല. മുളക് പൊടി ഇല്ലാണ്ട് ഞാൻ പച്ചമുളകും കുരുമുളകുമാണ് എടുക്കുന്നത്. ഇതിനകത്തേക്ക് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്ത ചിക്കനാണ്. അതൊന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് നമ്മുടെ പെരിഞ്ജീരകം ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് നല്ലോണം ഒന്നുകൂടെ ഒന്ന് കളറൊന്ന് മാറി വരണം. നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ മസാലയിൽ കുറച്ച് ഉപ്പിട്ടതാണ്, ചിക്കനിലും ഉപ്പിട്ടതാണ്. എനിക്കിപ്പോൾ ഇവിടെ ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ചെറിയ തീയിലിട്ടിട്ടൊന്ന് കുറച്ച് നേരം ഇതൊന്ന് കളറൊന്ന് മാറണ വരൊക്കെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒന്നൊരു കളറൊന്ന് മാറിക്കിട്ടണം മാത്രം. ഒന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇടയ്ക്കിടയ്ക്കൊന്ന് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. അപ്പം നമ്മുടെ മസാലയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് സമൂസ ഷീറ്റാണ്. നമുക്ക് സമൂസ ഷീറ്റ് ഒന്ന് ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കണം. അതിനകത്തേക്ക് ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള സാധനങ്ങളല്ല ടൊമാറ്റോ സോസ്. അപ്പോൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 1 സ്പൂണോ 2 സ്പൂണായാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഫില്ലിങ് ഇട്ടിട്ട് നമുക്ക് 2 വശം ഒന്ന് മടക്കി കൊടുക്കണം. നമുക്ക് മൈദപ്പൊടി വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് 2 സൈഡും ഒന്ന് മടക്കി കൊടുക്കാം. 2 സൈഡും മടക്കി കഴിഞ്ഞിട്ട് ബാക്കി 2 വശം ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. അപ്പം കത്രിക വെച്ചിട്ട് ഞാൻ ഒരു 5 ഭാഗം അല്ലെങ്കിൽ 6 ഭാഗമാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 6 ഭാഗമാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കണത്. അതിൽ കൂടുതലായാലും കുഴപ്പമില്ല. അപ്പം നല്ല ഭംഗിയിൽ കിട്ടും. നമുക്ക് ആ ഓലയൊക്കെ നല്ല ഭംഗിയിലായിട്ട് കിട്ടും. അപ്പം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കവറാക്കി കൊടുക്കണമല്ലോ. ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ എല്ലാം ചെയ്ത് നമ്മൾ എന്ത് കാര്യം അങ്ങനെ തന്നെയാണല്ലോ. ആദ്യം നമുക്ക് കുറേ ബുദ്ധിമുട്ട് തോന്നും, പിന്നെ അതങ്ങോട്ട് സ്പീഡായിക്കോളും. രണ്ടാമത് ചെയ്യുമ്പോൾ നമുക്കത് സ്പീഡിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമുക്ക് ഇനി അത് ഒന്ന് ഓല മെടയണ പോലൊക്കെ ഒന്ന് മെടഞ്ഞെടുക്കണം. ഇപ്പുറത്തുനിന്ന് ഒരെണ്ണം എടുത്തിട്ട് അപ്പുറത്തതിൻ്റെ അടിയിൽ
വെച്ച് കൊടുക്കണം. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ടും ഒന്ന് അടിയിലും മുകളിലും ആയിട്ട് ഇങ്ങനെ ഗ്യാപ്പിട്ട് ഇടയിലൂടെ ഇങ്ങനെ അതിൻ്റെ ഇതളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി വെച്ച് കൊടുക്കണം. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. നമ്മൾ പണ്ട് കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ ഉമ്മയും മാമമാരൊക്കെ ഓലമടന്ന് കണ്ടിട്ടില്ലേ? ഇപ്പം അതൊന്നും കാണാൻ വഴിയില്ല, ഇപ്പം ഒന്നും കാണാറുമില്ല. പണ്ട് അങ്ങനെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെയായിരുന്നു, ഓല മെടഞ്ഞെടുക്കലാണ്. അപ്പം അതുപോലെ ഭംഗിക്ക് മെടഞ്ഞെടുക്കണം. നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് മെടഞ്ഞെടുത്ത് വരുമ്പോൾ. അപ്പം അതുപോലെ അമ്മ മെടഞ്ഞെടുക്കണം. പിന്നെ നല്ല ക്രിസ്പി ആയിട്ടും വരും. ഇത് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നല്ല ക്രിസ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പം നമ്മൾ ഇതെല്ലാം മെടഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിനി നമ്മുടെ സ്നാക്കിൻ്റെ ഒക്കെ അതിൻ്റെ ഫ്രൈ ചെയ്തെടുക്കും മുന്നുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല കേട്ടോ. വെളിച്ചെണ്ണയിലാകുമ്പോൾ ടേസ്റ്റ് കൂടും. ഞാൻ ഓയിലാണ് എടുത്തേക്കുന്നത്. ഇതൊന്ന് ചൂടായി വെച്ചേ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. സമൂസ ഷീറ്റ് ആയതുകൊണ്ടിട്ട് പെട്ടെന്ന് കരിയും. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കുന്നത്. പതിയനെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് വരും ഇത്. കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് കോരിയെടുക്കാം. അപ്പം നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.